മോളുടെ വിശേഷങ്ങൾ പറയ്. അച്ഛനും മകളും തനിച്ചായതും ദേവൻ അവളെ നോക്കി ചോദിച്ചു. അച്ഛൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ കുറേ സംഭവങ്ങളുണ്ടായി. ഫോണിൽ കൂടി പറഞ്ഞാൽ അച്ഛൻ സങ്കടപ്പെടും എന്ന് കരുതിയതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. അവൾ കണ്ണുകൾ നിറച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നത് കേട്ടതും അയാൾ സംശയത്തോടെ അവളെ നോക്കി. കാരണം അവൾക്ക് ഒരു തരത്തിലും ഇവിടെ വിഷമം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അയാൾക്ക് അറിയായിരുന്നു. പിന്നെ എന്താണ് അവളെ ബാധിച്ചിരിക്കുന്ന സങ്കടം എന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. എന്താ മോളെ, ആദം അവൻ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നിരുന്നോ? അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. അവൾ പതുക്കെ തൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അച്ഛാ, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ദേവന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ദേവൻ അവളെ അത്ഭുതത്തോടെയും വാത്സല്യത്തോടെയും നോക്കി. എന്താ മോളെ, നിന്റെ അച്ഛനോട് നിനക്ക് എന്തും പറയാം. എന്തിനു നീ കരയുന്നേ? എന്താണേലും അച്ഛനോട് പറ മോളെ. അവളുടെ സങ്കടം കണ്ട് അയാൾക്ക് ആദ്യ കയറി. ഒരു പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അതിനു മുൻപേ തന്നെ അടുത്ത പ്രശ്നമാണോ എന്ന് അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. അച്ഛാ, ഇസു അവൾ ആദത്തിൻ്റെ മകളല്ല. അവൾ പറയുന്നത് കേട്ട് ദേവൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? അയാൾ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. ഇസുവിൻ്റെ അത് പിന്നെ ഇസുവിൻ്റെ അപ്പ അത് ചാർലി ചായൻ തന്നെയാ. പറഞ്ഞ് അവസാനിപ്പിച്ചതും ദേവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയെങ്കിലും ശേഷം അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. വല്ലാത്തൊരാശ്വാസത്തോടെ അയാൾ ദീർഘനിശ്വാസം വിട്ടു. ഇച്ചായൻ എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛാ. ഇത്രയും നാളും ഇതൊന്നും അറിയാതെ ഒരു പൊട്ടിയെപ്പോലെ ഞാൻ. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പുറകിലുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ 2-3 ദിവസം. ഇന്നലെ അതൊക്കെയൊന്ന് മാറിയത്. അതും പറഞ്ഞവൾ വീട്ടിൽ നടന്ന സംഭവങ്ങളും മറ്റും അയാളോട് തുറന്നു പറഞ്ഞു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നോർമലായി തന്നെയാണല്ലോ സംസാരിച്ചത്. ഇത്രയും പ്രശ്നം ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ചാർലിയും വിളിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അയാൾ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു. അച്ഛൻ വിഷമിക്കുമെന്ന് കരുതിയ ഞാൻ ഫോണിൽ കൂടി ഒന്നും പറയാതിരുന്നത്. അവൾ അയാളെ നോക്കി പറഞ്ഞതും അയാൾ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. ഇതിനെന്തിനാ മോൾ ഇത്രയും സങ്കടപ്പെടുന്നേ? നീ ഇതൊക്കെ കേട്ട് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇനി നിനക്കോ നിന്റെ കുഞ്ഞിനോ അവകാശം പറഞ്ഞു വരാൻ ആരുമില്ല. കാരണം നീയും കുഞ്ഞും എല്ലാ അർത്ഥത്തിലും ചാർലിയുടെ സ്വന്തമാണ്. അതോർത്ത് എൻ്റെ മോള് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നീ വിശ്വസിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അയാൾ അവളെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഷീത് പതുക്കെ തലയുയർത്തി ദേവനെ നോക്കി. പക്ഷേ അച്ഛാ, ചാർലി ചാൻ എന്തുകൊണ്ടാണ് എന്നോടിത് നേരത്തെ പറയാതിരുന്നത്? എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും ഇത്ര വലിയൊരു സത്യം എന്നിൽ നിന്ന് ഒളിച്ചത് എന്തിനാ? അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടവാ. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. ദേവൻ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. അതാണ് ചാർലി. അവന് നിന്നെ ജീവനായിരുന്നു മോളെ. ഒരുപക്ഷെ ഈ സത്യം നിന്നോട് തുറന്നു പറഞ്ഞാൽ മോൾ അവനെ വെറുക്കുമെന്ന് കരുതിയായിരിക്കും അവനത് പറയാതിരുന്നത്. അന്നത്തെ ആ സാഹചര്യത്തിൽ നീ അവനെ തെറ്റിദ്ധരിക്കുമെന്ന പേടിയും അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിന്നോടുള്ള അമിതമായ പ്രണയം കൊണ്ടും നിന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടുവാ അവൻ ആ രഹസ്യം ഉള്ളിൽ ഒതുക്കിയത്. അവനെ നീ കുറ്റപ്പെടുത്തരുത് മോളെ. അവൻ നിന്നോട് ചെയ്തത് തെറ്റല്ല, നിന്നെ ജീവനെ തുല്യം സ്നേഹിച്ചതുകൊണ്ടാണ്. ദേവൻ അവളോട് പറയുന്നത് കേട്ട് അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അയാളെ നോക്കി തലയാട്ടി. എൻ്റെ മോളിനെ സങ്കടപ്പെടരുത്, വിഷമിക്കുകയും ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതോടെ മാറിപ്പോയെന്ന് കരുതിയാൽ മതി. ചെറിയച്ചമാര് വന്ന് മോളോട് മാപ്പ് ചോദിച്ചില്ലേ? മോളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു വേദന അത് മാറിപ്പോയില്ലേ? ഇനി നിനക്ക് സങ്കടങ്ങളും പേടിയും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞൂടെ? അത് മാത്രമാണോ നിന്റെ അച്ഛനായ എന്നെ, അമ്മയും നിനക്ക് നിന്റെ സഹോദരിയും ഒക്കെ തിരികെ കിട്ടിയില്ലേ? നിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഒഴിഞ്ഞുപോയെന്ന് കരുതിയാൽ മതി. ഇത്രയും വയസ്സ് വരെ നീ അനുഭവിച്ച എല്ലാ വേദനകളും മറന്ന് ഇനിയുള്ള ദിവസങ്ങളെ സന്തോഷത്തോടെ ചാർലിയോടൊപ്പം നിന്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കാൻ നോക്ക്. അയാൾ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാളെ നോക്കി അവൾ ഓരോന്നിനും തലയാട്ടിയിരുന്നു. സോണിയെ കാണാൻ പോവുകയായിരുന്നു മെൽവിൻ. അവൾ വിളിച്ച് പറഞ്ഞത് പ്രകാരം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാനാണ് രണ്ടുപേരും തീരുമാനിച്ചത്. കോളേജിലേക്ക് പോകും വഴി അവനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി അവളും വീട്ടിൽ നിന്നും ഇറങ്ങി. വഴിയിലുടനീളം മെൽവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഇത്ര രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായും ഇഷ്ടം തുറന്നു പറയാൻ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ മെൽവിൻ IPSൻ്റെ സിംഗിൾ ലൈഫ് അവസാനിക്കാൻ പോവുകയാണോ? അവൻ സ്വയം ഓർത്ത് ചിരിച്ചു. അവൻ മനസ്സിൽ അവൾ തന്നോട് ഇഷ്ടം തുറന്നു പറയാനായിരിക്കും നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്നുള്ള ചിന്തയിലായിരുന്നു. മെൽവിൻ ചെന്നപ്പോൾ അവൾ റെസ്റ്റോറൻറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. അവനൊരു കള്ളച്ചിരിയോടെ അവളുടെ മുൻപിലേക്ക് ചെന്നിരുന്നു. ഞാൻ കരുതിയത് കോളേജ് കഴിഞ്ഞിട്ട് വൈകിട്ട് കാണാമെന്ന് നീ പറയുമെന്നാ. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നീ രാവിലെ തന്നെ കാണാമെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചത്. മനസ്സിലുള്ളത് എന്നോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിന് അവളും ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അവളുടെ പുഞ്ചിരിയിൽ ഒരാശങ്കയോ പേടിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ചിരിക്ക് വോൾട്ടേജ് പോരല്ലോ പെണ്ണെ. അവനവളെ കളിയാക്കുന്നത് പോലെ അവളെ നോക്കി പറഞ്ഞു. അവൾ പതുക്കെ മെൽവിനെ നോക്കി. അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാ നീ കരയുന്നേ? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ സോണി.
എല്ലാവരും നോക്കുന്നുണ്ട്, നീ കണ്ണു തുടച്ചേ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകളൊന്ന് തുടച്ചു. പിന്നെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഞാൻ വിളിച്ചു വരുത്തിയത് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാനല്ല. അവൾ അവനെ നോക്കി പറയുന്നത് കേട്ട് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് തിരികെ നോക്കി. ഇഷ്ടം പറയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു. എനിക്ക് എനിക്ക് വിവാഹത്തിന് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചില സത്യങ്ങൾ അറിയണം. എല്ലാം തുറന്നു പറഞ്ഞിട്ട് മാത്രമേ എനിക്കൊരു നല്ല ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റൂ. സോണിയുടെ ശബ്ദം ഇടറിയിരുന്നു. മെൽവിൻ്റെ മുഖത്തെ ആ കളിച്ചിരികൾ പതുക്കെ മാഞ്ഞു. അവൻ ഗൗരവത്തോടെ അവളെ നോക്കി. എന്താ സോണി, നീ പറ, ഞാൻ കേൾക്കാം. അവൻ വളരെ സമാധാനത്തോടെ അവളോട് പറഞ്ഞു. അവൾ പതുക്കെ ശ്വാസം എടുത്തൊന്ന് റിലാക്സായി. ശേഷം അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. ഞാൻ ഞാൻ ചാർലി ചായനെ ഒരു കാലത്ത് ജീവന തുല്യം പ്രണയിച്ചിരുന്നു. അവൾ പറയുന്നത് കേട്ട് അവൻ നെറ്റിച്ചുളിച്ചു. ചാർലി ചായനെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയായ ഷീതുവിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അകറ്റാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഷീതു ചേച്ചി എൻ്റെ അമ്മ പ്രസവിച്ച സ്വന്തം മകളാണെന്ന്. ദേവനങ്കിൾ അവളുടെ അച്ഛൻ എന്ന സത്യം പിന്നീടാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അമ്മയ്ക്കും ദേവനങ്കിളിനും മറ്റൊരു ബന്ധത്തിലുണ്ടായ മകളാണ് ചേച്ചി. സ്വന്തം ചേച്ചിയുടെ ജീവിതമാണ് ഞാൻ തകർക്കാൻ നോക്കിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. അത് പറഞ്ഞു തീർത്തപ്പോഴേക്കും സോണിയുടെ കവിളിലൂടെ കണ്ണുനീർ ചാലുകൾ ഒലിച്ചിറങ്ങിയിരുന്നു. അവൾ പതുക്കെ മുഖം താഴ്ത്തി. മെൽവിനെല്ലാം സമാധാനത്തോടെ കേട്ടുകൊണ്ടിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞു. തൻ്റെ കുടുംബത്തിൻ്റെ ഇത്രയും സങ്കീർണമായ സത്യങ്ങളും താൻ ചെയ്ത തെറ്റുകളും കേൾക്കുമ്പോൾ മെൽവിൻ തന്നെ വെറുക്കുമെന്നും അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള പെണ്ണിനെ തനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അവൻ നടന്നു പോകുമെന്നാണ് സോണി കരുതിയത്. അവൾ നെഞ്ചിടിപ്പോടെ അവൻ്റെ മറുപടിക്കായി കാത്തുനിന്നു. എന്നാൽ സോണിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മെൽവിൻ പതുക്കെ അവളുടെ വിറയ്ക്കുന്ന കൈകളിൽ തൻ്റെ കൈക്കുള്ളിലാക്കി. അവളെ ഷോൾഡറിൽ കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സോണി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ ആ ചൂടിൽ സോണിയുടെ പേടിയെല്ലാം പതുക്കെ ഒഴിഞ്ഞുപോയി. നീ ഇത്രയേ ഉള്ളോ സോണി? മെൽവിൻ വളരെ ശാന്തമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊക്കെ നിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. പക്ഷേ ഇന്ന് നീ ആ പഴയ സോണിയല്ല. ഞാൻ തുറന്നു പറയാനുള്ള നിന്റെ ഈ സത്യസന്ധതയുണ്ടല്ലോ, അതാണ് എനിക്ക് നിന്നോട് കൂടുതൽ ബഹുമാനം തോന്നിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നീ ഒരു പോലീസുകാരൻ്റെ ഭാര്യയാവാൻ പോകുന്ന ആളല്ലേ. കുറച്ച് ധൈര്യമൊക്കെ കാണിക്ക്. ആ പഴയ സോണിയായിട്ട് മാറിക്കേ. അവൻ അവളുടെ കവളിലെ കണ്ണുനീർ പതുക്കെ തുടച്ചു മാറ്റി. ഇനിയൊരു ജീവിതം എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ, എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും സോണി. ഇത് മെൽവിൻ്റെ വാക്കാണ്. അവൻ്റെ ആ വാക്കുകൾ കേട്ടതും സോണിയുടെ മനസ്സ് നിറഞ്ഞു തുളുമ്പി. അവൾ പ്രണയത്തോടെ അവനെ നോക്കി. അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണോ? മെൽവിൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. സോണി പതുക്കെ മുഖം താഴ്ത്തി. വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചു. അതെനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അവളുടെ ശബ്ദത്തിൽ നല്ല നാണം കലർന്നിരുന്നു. അവളുടെ ആ മറുപടി കേട്ടതും മെൽവിൻ്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് ആ ഭാവത്തിൽ നിന്നും അവൻ കൃത്യമായി വായിച്ചെടുത്തു. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും അധികം വൈകിക്കണ്ട. നേരെ നിന്റെ വീട്ടിൽ വന്ന് അപ്പനോടും അമ്മയോടും നിന്നെ പെണ്ണ് ചോദിച്ചോട്ടെ? മെൽവിൻ കണ്ണു ചിമ്മി ചോദിച്ചു. ടോണി ഒന്നും മറുപടി പറഞ്ഞില്ല. അവൾ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി സമ്മതം മൂളി. ആ ഒരു കണ്ടുമുട്ടലിൽ അവരുടെ പുതിയൊരു ജീവിതത്തിൻ്റെ മനോഹരമായ തുടക്കം അവിടെ കുറിക്കുകയായിരുന്നു. സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുകയാണ് റിഷു. സാരി ഉടുത്തതിന് ശേഷം ബാഗുമായിട്ട് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. മമ്മി, ഞാൻ പോവുക. എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, വിശപ്പില്ല. അവൾ അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും അവളുടെ മമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം വല്ലാതെ ഇരിക്കുകയായിരുന്നു. ഒരുമാതിരി കടന്നല് കുത്തിയതുപോലെ വീർത്ത് ചുവന്ന്, അതിൻ്റെ ഒപ്പം കണ്ണൊക്കെ കുഴിഞ്ഞു താന്നിരുന്നു. റിഷു! അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ മമ്മി പുറകിൽ നിന്നും വിളിച്ചു. എന്താ മോളെ നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? കണ്ടടമൊക്കെ കറുത്തിട്ടുണ്ടല്ലോ, കരഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ. മമ്മി വല്ലാത്തൊരു ആശങ്കയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മമ്മി. രാത്രി ശരിക്കും ഉറക്കം കിട്ടിയില്ല, അതിൻ്റെയാ. ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ ഒഴിയാൻ നോക്കി. ശേഷം അവൾ ഹാളിലേക്ക് ചെന്നതും അവളുടെ പപ്പയും റോഷനും ഹാളിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം അവൾ സോഫയിലേക്ക് ഇരുന്ന് ഉച്ചക്കലത്തെ ഫുഡൊക്കെ എടുത്തു വെക്കുകയായിരുന്നു. അവളുടെ മുഖം അങ്ങനെ വല്ലാതിരിക്കുന്നത് കണ്ടതും പപ്പയും റോഷനും പരസ്പരം നോക്കി. സാധാരണ രാവിലെ എഴുന്നേറ്റാൽ വീട് മൊത്തം ബഹളം വെച്ച് നടക്കുന്ന പെണ്ണാണ്. ഇന്നിപ്പോൾ ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാതെ തറയിലേക്ക് നോക്കിയിരിക്കുന്നു. രാത്രി ഇവിടെ വല്ല കള്ളനും കയറിയോടാ? ഇവൾക്കെന്തോ പേടി പറ്റിയിട്ടുണ്ട്. പപ്പ അവളെ പാളി നോക്കിക്കൊണ്ട് റോഷനോട് അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു.
എന്നാൽ അത് തന്നെയാണ് പറഞ്ഞത് എന്നുള്ള ഒരു ഓർമ്മയുമില്ലാതെ അവൾ എന്തൊക്കെയോ വാരിപ്പറക്കി ബാഗിൽ വെക്കുന്ന തിരക്കിലായിരുന്നു. ഋഷു, രാവിലത്തെ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. സ്കൂളിൽ ചെന്ന പിള്ളേരോട് വാവച്ച് സംസാരിക്കേണ്ടതല്ലേ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നിരുന്നേ. മമ്മി കുറച്ച് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അവൾ ഒന്നും കഴിക്കാതെ പോകുന്നത് കണ്ട് അവർക്ക് സങ്കടം തോന്നിയിരുന്നു. എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാ മമ്മി, എന്നെ ഒന്ന് മനസ്സിലാക്ക്. അവൾ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി. ആഹാരം കഴിക്കാതെ പോകണ്ട മോളെ. പപ്പയും കൂടി പറഞ്ഞതും വേറെ നിവൃത്തിയില്ലാതെ അവൾ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു. അവൾ ആരോടും അധികം മിണ്ടാതെ ബ്രേക്ക്ഫാസ്റ്റ് പതുക്കെ കഴിച്ചു തീർത്തു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. അവൾക്ക് എന്താണ് പറ്റിയെന്ന് അവർക്കാർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അല്ല മോളെ, ഇന്ന് നിന്നെ വിളിക്കാൻ ക്രിസ്റ്റി വന്നില്ലല്ലോ. സാധാരണ ഈ സമയം ആകുമ്പോഴേക്കും അവനിവിടെ വരാറുള്ളതാണല്ലോ. ഇന്ന് സമയം ഇത്രയായിട്ടും ക്രിസ്റ്റിയുടെ വണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കാഞ്ഞതുകൊണ്ട് പപ്പ പതുക്കെ ചോദിച്ചു. ക്രിസ്റ്റിയുടെ പേര് കേട്ടതും ഋഷുവിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. തലേന്നത്തെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് സങ്കടവും അവരുടെ നിമിഷങ്ങൾ ഓർത്തപ്പോൾ സന്തോഷവും തോന്നിയിരുന്നു. ക്രിസ്റ്റി ചായൻ എന്തൊക്കെയോ തിരക്കുണ്ട്. ഞാൻ ഞാൻ ബസ്സിൽ പോയിക്കോളാം. ചാച്ചൻ്റെ കാർ വർക്ക്ഷോപ്പിലല്ലേ പറഞ്ഞ് അവൾ വേഗം ബാഗും എടുത്ത് മുഖത്തുണ്ടായിരുന്ന പരിഭ്രമം പരമാവധി ഒളിപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഋഷു ബസ്സിൽ വന്ന് സ്കൂളിലേക്ക് ധൃതിയിൽ നടന്നു. ഒരുപാട് ലേറ്റായിരുന്നു അവൾ സ്കൂളിലേക്ക് വന്നപ്പോൾ. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവൾ ക്ലാസ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് കൊറിഡോറിന്റെ മറുഭാഗത്ത് നിന്നും ഫോണും കാതിൽ വെച്ച് ഗാംഭീര്യത്തോടെ നടന്നു വരുന്ന ക്രിസ്റ്റി അവൾ കണ്ടത്. അവനോട് മിണ്ടണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യാതെ ക്യാബിനിലേക്ക് കയറിപ്പോയിരുന്നു. അത് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അത് മൈൻഡിൽ നിന്നും മാറ്റിയിട്ട് അവൾ ക്ലാസ്സിലേക്ക് നടന്നു. ഋഷു മിസ്സിനെ MD സാറ് ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. ഋഷു ദേഷ്യത്തോടെ മുഖം തിരിച്ച് ക്ലാസ് റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്ന് പ്യൂണിന്റെ വിളി വന്നത്. അത് കേട്ടതും കൈകൾ മുറുക്കി ചുരുട്ടിപ്പിടിച്ച് അവൾ നേരെ ക്രിസ്റ്റിയുടെ ക്യാബിനിലേക്ക് നടന്നു.